ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ്സ് നോൺ ആസ് GI ക്യാൻസർ സ്ക്രീനിങ്. ഈ GI ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനിവെയർ ഫ്രം ദ ഫുഡ് പൈപ്പ്, അതായത് അന്നനാളത്തിലായിരിക്കാം, അല്ലെങ്കിൽ വയറിനുള്ളിലായിരിക്കാം, ഓർ ഇറ്റ് കുഡ് ബി ഈവൻ ഇൻ ദ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ ഓർ ലാർജർ ഇൻറ്റസ്റ്റൈനിൽ. നമുക്കൊക്കെ അറിയാം ഈ ക്യാൻസർ മോർ ആൻഡ് മോർ പീപ്പിളിൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവാൻ കാരണം കുഡ് ബി ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഒന്ന്, it could be because of the food that we consume, that is mainly processed foods or food which is having high salt content. It could be because of ദുശീലങ്ങൾ like cigarette smoking, alcohol intake, or പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് ആക്ടിവിറ്റി, അതായത് ഒബേസിറ്റി, എക്സസ് വെയ്റ്റ് ഗെയിൻ, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ we have a significant higher risk of developing these cancers. Apart from these, even the hereditary factors also, അതായത് ഫാമിലിയിൽ ഒരാൾക്ക് ക്യാൻസർ വന്നാൽ it is important to screen other family members also. It could be the sibling, father, mother ആണെങ്കിൽ then their children needs to be screened, their siblings needs to be screened. അപ്പോൾ ഈ സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ രണ്ട് ടൈപ്പ് സ്ക്രീനിങ് ഉണ്ട്. വൺ, ഇറ്റ് ഈസ് പ്രൈമറി സ്ക്രീനിങ്, സെക്കൻഡ് തിങ് ഇസ് സെക്കൻഡറി സ്ക്രീനിങ്. ഈ പ്രൈമറി സ്ക്രീനിങ് ഈസ് ഡൺ ഫോർ ദോസ് ഇൻഡിവിജ്വൽസ് സിംറ്റംസും വരാതെ ചെയ്യുന്ന സ്ക്രീനിങ്ങിനാണ് ഈ പ്രൈമറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസർ വളർന്നാട്ടി മുമ്പ് ഒരു പ്രീ ക്യാൻസറസ് ലീഷൻ ഉണ്ടാവും, അതിനെ നമ്മൾ പോളിപ്പ് എന്ന് പറയും. അപ്പോൾ ഈ പ്രീ ക്യാൻസറസ് ലീഷനാണ്, ഈ പോളിപ്പാണ് ഒരു 10 ഇയേഴ്സിലാണ് അത് മാറിയിട്ട് അത് ക്യാൻസർ ആകുന്നത്. അപ്പോൾ ഒരു രോഗിയാകുന്ന സ്റ്റേജിനായിട്ട് മുമ്പ് തന്നെ വെൻ വി ഡു എൻഡോസ്കോപ്പിയോ ഓർ കൊളോണോസ്കോപ്പി ചെയ്താൽ ഇത് കണ്ടുപിടിച്ചാൽ അതേ സെറ്റിങ്ങിൽ നമുക്കത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അത് വെച്ചിരുന്നാൽ ക്യാൻസർ ആവേണ്ട ഒരു പ്രോബ്ലം ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഇറ്റ് ബിഫോർ വിത്തൗട്ട് ഈവൻ ഡൂയിങ് എനി സർജറി ഓർ കീമോതെറപ്പി ഓർ റേഡിയോതെറപ്പി ഒന്നും ചെയ്യാതെ വെറും എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ്ലി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഹൂ റിക്വയർസ് ദിസ് ക്യാൻസർ സ്ക്രീനിങ്, ആൻഡ് അതല്ലാതെ ഏത് ഏജിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ ഓർ ബീറ്റ് ഇൻ UK, ബ്രിട്ടൻ ഒക്കെ ഇവർക്കൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. എല്ലാ ഇൻഡിവിജ്വൽസ് 45 ഇയേഴ്സ് ആയാൽ എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ചെയ്യേണ്ടത് അത് നിർബന്ധമാണ്. അപ്പോൾ അവർ ഇത് ചെയ്യുന്നുണ്ട് കൊണ്ടാണ് അവർക്ക് ഈ ക്യാൻസറസ് ലീഷൻസ് ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതും അവർക്കത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതും. അതിനെക്കൊണ്ട് അവരുടെ ഇൻസിഡൻസസ് നല്ല രീതിയിൽ അത് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ആർ നോട്ട് ഇൻഷുർഡ്, ആൻഡ് ഇൻഷുറൻസിലും ഇത് എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി ഇഫ് ഇറ്റ് ഇസ് എ നോർമൽ ദിസ് തിങ് അത് ഇറ്റ്സ് നോട്ട് കവേർഡ്. സോ വി ഡോണ്ട് ഹാവ് എ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ആസ് സച്ച്. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ഓൾ പീപ്പിൾ, ബി ഇറ്റ് മെൻ ഓർ വിമൻ, ഒന്ന് 50 ഇയേഴ്സ് ക്രോസ് ചെയ്താൽ then it is important that you all undergo endoscopy as well as colonoscopy with the sole intention that ഇത് pre-cancerous lesions ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. At the same time, if there is a family history, ഒരു എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ, സപ്പോസ് വൺ പേഴ്സൺ X was detected with cancer, say at 45 years of age, then it is important that our first degree relatives എന്ന് വെച്ചാൽ it could be their kids or it could be their siblings, 10 years മുമ്പ് തന്നെ ഇത് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം. ബിക്കോസ് ഈ സ്വാഭാവികമായിട്ട് ഈ ക്യാൻസർ വരുന്ന ഏജ് ഗ്രൂപ്പാണ് 60 to 70 ഇയേഴ്സ് ഓഫ് ഏജ്. പക്ഷേ റീസെൻറ്റ് ഡേറ്റ വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ഒരു 33% ഓഫ് ദ ക്യാൻസേഴ്സ് ദേ ഒക്കർ അറ്റ് ലെസ് ദാൻ 40 ഇയേഴ്സ് ഓഫ് ഏജ്. സോ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഫാമിലിയിൽ തന്നെ ഒരു ലെസ് ദാൻ 50 ഇയേഴ്സ് ഓഫ് ഏജിൽ ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്താൽ then it is important that the other family members do the screening at least ഒരു 10 years before, so that ഇത് ഫുൾ ബ്ലോൺ ക്യാൻസർ ആകുന്നതായിട്ട് മുമ്പ് തന്നെ നമുക്ക് ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ജനറലി ഈ സിംറ്റംസ് വരുമ്പോൾ ഇറ്റ് കുഡ് ബി ലൈക്ക് ഇൻ ദ ഫോം ഓഫ് കോൺസ്റ്റിപ്പേഷൻ. ചില ആൾക്കാർക്ക് മോഷൻ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സം പീപ്പിൾ മേ കംപ്ലെയിൻ ദാറ്റ് മോഷൻ പോകുന്ന സമയത്ത് ദർ ഇസ് സം എമൗണ്ട് ഓഫ് ബ്ലഡ് ഊസിങ് ഔട്ട്, ഇല്ലെങ്കിൽ ഫെയിലിയർ ടു ഗെയിൻ വെയിറ്റ്, അതായത് എത്ര കഴിച്ചാലും വെയിറ്റ് കൂടുന്നില്ല, ഓർ വിശപ്പില്ലാത്തൊരിത്, ഇല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് വോമിറ്റിംഗ് ചെയ്യുന്നുണ്ട്, എന്ത് കഴിച്ചാലും കുറച്ച് സമയമാകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വോമിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഓർ ഇഫ് യു ആർ അബവ് 50 ഇയേഴ്സ് ഓഫ് ഏജ്, എത്രയും പെട്ടെന്ന് ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ സ്ക്രീനിങ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ. താങ്ക് യു.